ഹായ് ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഒരു ട്രിപ്പ് വീഡിയോ ആണ്. സമ്മർ വെക്കേഷനൊക്കെ ആയപ്പോൾ തൊട്ട് എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പാണ് നമ്മളിന്ന് പോകുന്നത്. എവിടെയാണ് പോകുന്നതെന്ന് പോകെ പോകെ പറയാം. ഏതായാലും നമ്മൾ ഏർലി മോർണിംഗ് തന്നെ യാത്ര സ്റ്റാർട്ട് ചെയ്തു, പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോഡിൻ്റെ സൈഡിലുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം സൺ ഇങ്ങനെ റൈസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സൺറൈസൊക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ യാത്ര തുടങ്ങി. അങ്ങനെ സൈഡിലുള്ള വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അറിഞ്ഞത് കൊട്ടിയൂർ അമ്പലം എത്താറായിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മളൊന്ന് കൊട്ടിയൂർ അമ്പലത്തിലേക്ക് കയറി ഒന്ന് തൊഴുത് ഇറങ്ങി. അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. സൈഡിലിങ്ങനെ നല്ല രസമുള്ള പച്ചപ്പും ധാരാളം ഹരിതാപമൊക്കെ ഉണ്ടായിരുന്നു. നല്ല കോടമഞ്ഞൊക്കെയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ റോഡ് ട്രിപ്പിൻ്റെ ഏറ്റവും രസമുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ രണ്ട് സൈഡിലും നല്ല നല്ല വ്യൂ ഒക്കെ വരുമ്പോൾ ഒന്ന് നിർത്തി അവിടെ ഒന്ന് ഇറങ്ങി ആ വ്യൂ ഒന്ന് എൻജോയ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ ഈ ഒരു സ്ഥലം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മളെടുത്തു. അപ്പോൾ ഈ ട്രിപ്പിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ രണ്ട് ഫാമിലി ആയിട്ടാണ് പോകുന്നത്. നമ്മളും പിന്നെ നമ്മൾ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള ബിനുവാട്ടനും ഫാമിലിയും. ബിനുവാട്ടൻ, ലിഷേച്ചി, അവരുടെ രണ്ട് മക്കളൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നല്ല ജോളിയായിട്ട് ഓരോ സ്ഥലം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോവാണ്. ഇവിടെ നിന്ന് അത്യാവശ്യം നമുക്ക് നല്ല ഫോട്ടോസൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്തു. ഇത് കണ്ടില്ലേ, നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പല ഭാഗത്തും ഇങ്ങനെ സൺഫ്ലവർ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം സൺഫ്ലവർ സ്പോട്ട് ചെയ്തപ്പോൾ നമ്മളെല്ലാവരും പെട്ടെന്ന് അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ നോക്കി. പക്ഷെ അവിടെ വലിയൊരു വേലി ഉണ്ടായിരുന്നു. ആനിമൽസിനൊക്കെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ഇറങ്ങി വിചാരിച്ച പോലെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആ ഒരു വിഷമത്തിൽ നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് പോയി. പക്ഷേ ഓൺ ദ വേ നമ്മളൊരു അടിപൊളി സൺഫ്ലവർ ഫീൽഡ് കണ്ടു. അവിടെ നമുക്ക് ഇറങ്ങായിരുന്നു, ഫോട്ടോഷൂട്ട് ചെയ്യായിരുന്നു. അവിടെ ഒരു ചേട്ടനുണ്ട്, അവരുടെ അടുത്ത് പെർമിഷൻ എടുത്തിട്ട് നമുക്കിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി അത്യാവശ്യം അടിപൊളി ഫോട്ടോസൊക്കെ എടുത്ത് വന്നു. അങ്ങനെ സൺഫ്ലവറിൻ്റെ ബ്യൂട്ടിയൊക്കെ എൻജോയ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്തു. എഗെയിൻ റോഡ് ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മനോഹരമായ മറ്റൊരു കാഴ്ചയാണിത്. റോഡ് സൈഡിൽ ഇഷ്ടം പോലെ മാൻകൂട്ടം. നമ്മൾ ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ മാനും തീരെ പേടിയില്ലാണ്ട് നമുക്ക് അടുത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അവരെ കാണാൻ കൗതുകമുള്ള പോലെ അവർക്ക് ചിലപ്പോൾ നമ്മളെ കാണാനും കൗതുകം ഉണ്ടാവും. അങ്ങനെ മാൻകുട്ടികളോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്തു. യാത്രയിലെ കാഴ്ചകളെയൊക്കെ വർണ്ണിച്ചെങ്കിലും എങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നതെന്ന് ഇത്ര നേരമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ. ഇതൊരു ഊട്ടി യാത്രയാണ്. ഏപ്രിലും മാർച്ചും ഒക്കെ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചപ്പോൾ തണുപ്പുള്ളൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് എല്ലാവരും തീരുമാനിച്ചു. അങ്ങനെ ഊട്ടിയിലേക്ക് പോകാമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തു. നമ്മളിപ്പോൾ വന്ന വഴി
ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലൂടെയാണ്. ഇതിലൂടെ പോകുമ്പോൾ ഇഷ്ടം പോലെ കുരങ്ങന്മാരും അതുപോലെ ദേ നോക്ക് ഒരു മയിൽക്കുട്ടനെ നടന്നു പോകുന്നത്. ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കിട്ടും. ടൈഗർ റിസർവ് ആയതുകൊണ്ട് ഒരു ടൈഗറിനെ കാണാൻ പറ്റണേന്ന് ഉള്ളിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, കുറച്ച് പേടിയും. ദേ നോക്കൂ ഒരു വലിയ കൊമ്പനാന. ഇങ്ങനെ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ കുറേ ആനിമൽസിനെ കാണാൻ പറ്റും. അപ്പോൾ മസിന്നഗുഡി വഴി നമുക്ക് ഊട്ടിയിലേക്ക് പോകാം. അങ്ങനെ പോകുമ്പോഴാണ് റോഡിൻ്റെ 2 സൈഡിലും ഇഷ്ടം പോലെ മെയ് ഫ്ലവർ ബ്ലൂം ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. എന്ത് രസമായിരുന്നു അത് കാണാൻ. നമ്മളെപ്പോലെ ഈ റോഡിലൂടെ ട്രാവൽ ചെയ്യുന്ന എല്ലാവരും അവരുടെ വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് മെയ് ഫ്ലവറിൻ്റെ ഭംഗി കുറച്ചുകൂടി ആസ്വദിച്ചിട്ടേ പോകുന്നുണ്ടായിരുന്നുള്ളൂ. നമ്മളും അവിടെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമുക്ക് പോവാം ഊട്ടി പട്ടണത്തിലേക്ക്. മലയും കാടും മരങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഊട്ടിയിലേക്ക്. ചെറിയൊരു തണുപ്പൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ചുരങ്ങൾ കയറി ഇറങ്ങാനും ഉണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇനി ഊട്ടിയിലെത്തിയിട്ട് പറയാം അല്ലേ. ഹലോ, വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. അപ്പോൾ വാ, നമ്മൾ ഊട്ടിയിലെ ഉള്ള നല്ല മഴയാണ് ഇവിടെ. സൈഡിലൊക്കെ ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിതാ ഊട്ടി എത്തിയിരിക്കുകയാണ്. ഊട്ടി എത്തിയപ്പോൾ തന്നെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഈ തണുപ്പ് തന്നെയാണ് കേട്ടോ. എന്തൊരു ചൂടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ചൂടത്തുനിന്ന് ഇത്രയൊരു തണുപ്പത്തേക്ക് വന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ദേ എല്ലാവരും സ്വെറ്ററും ജാക്കറ്റും ഒക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് ഈ തണുപ്പത്ത് പിടിച്ച് നിൽക്കാനും പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചത് കർണാടക സിരി ഹോർട്ടിക്കൾച്ചർ ഗാർഡനാണ്. ഇവിടെ വന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്കും തന്നെ നല്ല മഴ. ഓടിപ്പോയി എല്ലാവരും കാറിൽ കയറി. പക്ഷെ മഴ ഒരു 5-10 മിനിറ്റ് മാത്രമേ പെയ്തുള്ളൂ. അങ്ങനെ നമ്മൾ വീണ്ടും കാറിൽ നിന്നിറങ്ങി ഗാർഡൻ കാണാൻ വേണ്ടി നടന്നു പോവാണ്. ഊട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ഊട്ടിയിലെ തണുപ്പും ഊട്ടിയിലെ ഗാർഡൻസും. ഊട്ടിയിലെ ഗാർഡൻസിൽ എന്താണ് ഇത്ര വലിയ പ്രത്യേകത? നമ്മളെ നാട്ടിലൊന്നും കാണാത്ത ഇഷ്ടം പോലെ വെറൈറ്റി പൂക്കൾ ഊട്ടിയിലെ പല ഗാർഡനിലും റോഡ് സൈഡ്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഊട്ടിയിൽ ഒരുപാട് ഗാർഡൻ കാണാനുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാർഡൻ, ഊട്ടി ട്രിപ്പിൽ തന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയാൻ പറ്റുന്നത് നമ്മളിപ്പോൾ നടന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കർണാടക സിരി ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ തന്നെയാണ്. എന്താന്ന് പറയട്ടെ? അല്ലേ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ദേ കണ്ടോളൂ കർണാടക ഗാർഡൻ. പിന്നെ ഊട്ടിന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന കാര്യം എന്താണെന്നറിയോ? കിലുക്കൻ സിനിമ. ചിലപ്പോൾ മിക്ക മലയാളികളുടെ മനസ്സിലും അങ്ങനെ തന്നെയായിരിക്കും. ഊട്ടിയിൽ പോന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചത് മൊത്തം നമ്മുടെ ജോജീനെയും നന്ദിനിക്കുട്ടീനെയും അതുപോലെ നിശ്ചൽ ഫോട്ടോഗ്രാഫറെ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇൻട്രോയിൽ വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു എന്ന് പറഞ്ഞത്. ഇപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് കർണാടക ഗാർഡൻ്റെ ഉള്ളിലുള്ള ഒരു ക്യൂട്ട് ലിറ്റിൽ കോട്ടേജിൻ്റെ അടുത്തൂടെയാണ്. ഈ കോട്ടേജിൻ്റെ പുറത്ത് ഇങ്ങനെ നല്ല ഭംഗിയുള്ള, ഞാൻ ഇതുവരെ കാണാത്ത ഇഷ്ടംപോലെ പൂക്കളുണ്ടായിരുന്നു. കണ്ടില്ലേ എന്ത് രസമാണ്. അങ്ങനെ ഈ കോട്ടേജിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന വ്യൂ ഇതാ. അങ്ങ് ദൂരെ കുത്തനെ കാണുന്ന ട്രീസിന് പറയുന്ന പേരാണ് കോണിഫറസ് ട്രീസ്. ഇതിങ്ങനെ തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുക. അങ്ങനെ ഇതിലൂടെ നടക്കുമ്പോൾ ഒരു നല്ല തണുപ്പും
ഈ ഒരു ഈവനിങ്ങിൻ്റെ ഒരു കൂൾ കാം പീസ്ഫുൾ വൈബ് ഉണ്ടല്ലോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കർണാടക ഗാർഡൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാവാനുള്ള കാരണം ഇസ് ബിക്കോസ് ഈ കാണുന്ന ട്രീസ്, എനിക്ക് ചുറ്റുമുള്ള ഈ വലിയ വലിയ ട്രീസ് ഉണ്ടല്ലോ, ഹൗ ഹ്യൂജ്, ലവ്ലി, poetic and beautiful. It was a lovely, memorable evening. അവിടെയുള്ള ട്രീസിൻ്റെ താഴെ കുറച്ച് സമയം ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ തോന്നും. പക്ഷേ അത് പറ്റില്ലല്ലോ, നമുക്ക് ഇനിയും ഒരുപാട് സ്പോട്ട് കവർ ചെയ്യണ്ടേ. അങ്ങനെ നമ്മൾ ഈ കർണാടക ഗാർഡനിലെ മറ്റ് അട്രാക്ഷനിലോട്ട് പോകാൻ തുടങ്ങി. ആൻഡ് ഊട്ടി ഈസ് മാജിക്കലി ഫിൽഡ് വിത്ത് സോ മെനി ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. എന്തൊരു ഭംഗിയാണ് അവിടെയുള്ള എല്ലാ പൂക്കളെയും കാണാൻ. ഇങ്ങനെ രസമുള്ള സ്പോട്ടിൽ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു. വീണ്ടും ഇതാ കുട്ടി കുട്ടി കോട്ടേജസ്, നല്ല ഭംഗിയില്ലേ കാണാൻ. എവറിത്തിങ് വാസ് ഗ്രീൻ ആൻഡ് ഓൾസോ കളർഫുൾ. ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ ആൻഡ് ഗുഡ് മോർണിംഗ് ഫ്രം ഊട്ടി. ഇന്ന് നമ്മളുടെ സെക്കൻഡ് ഡേ ഇൻ ഊട്ടിയാണ്. ഇപ്പോൾ നമ്മൾ എവിടെയുള്ളതെന്നറിയോ? ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിലാണ്. നീ കണ്ടില്ലേ, ഐ ലവ് ഊട്ടി. യെസ്, ഇന്നലത്തെ കർണാടക ഗാർഡൻ, ബൊട്ടാനിക്കൽ ഗാർഡൻ, പിന്നെ ഊട്ടിയുടെ ലേക്ക്, ഇതൊക്കെ കണ്ടിട്ട് ഞാനിപ്പോൾ ഊട്ടിയുടെ ഫാനാട്ടോ. ഇന്ന് നമ്മൾ എവിടെയാണ് പോകുന്നതെന്നല്ലേ? ആസ് യു ക്യാൻ സീ, നമ്മളിപ്പോൾ ഊട്ടി റെയിൽവേ സ്റ്റേഷനിലാണ്. കറക്റ്റ് സ്റ്റേഷൻ നെയിം പറഞ്ഞാൽ ഉദകമണ്ഡലം. ഇവിടുന്ന് ഒരു ടോയ് ട്രെയിൻ ജേർണി ഉണ്ട്. വേറെ എവിടെയല്ല, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നീൽഗിരി ഹിൽസും അതുപോലെ ലവ് ഡെയിൽ എന്ന് പറയുന്ന ഹിൽ സ്റ്റേഷൻസൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു 1 hour ട്രെയിൻ ജേർണിയാണിത്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഈ ജേർണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മുടെ ട്രെയിൻ വരാൻ എന്തായാലും കുറച്ച് ടൈം എടുക്കും. റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഈ കുട്ടി ഗാർഡൻ ഉണ്ടല്ലോ, ഒന്ന് കണ്ടു കളയാന്ന് വെച്ച് നമ്മൾ ഇതിൻ്റെ സൈഡിലൂടെ നടക്കാൻ തുടങ്ങി. എന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ദേ, ഒരുപാട് കളേഴ്സിൽ ഏതൊക്കെയോ പൂക്കൾ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഉദകമണ്ഡലം. കിലുക്കൻ സിനിമയിലെ ഇൻട്രൊഡക്ഷൻ ഷൂട്ട് ചെയ്തത് ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. ട്രെയിൻ വരുന്നു, നന്ദിനിക്കുട്ടി നല്ല കിലുങ്ങുന്ന പാദസരമൊക്കെ ഇട്ട് പുറത്തിറങ്ങുന്നു. അപ്പോൾ ജോജി കൂലിയായിട്ട് വരുന്നു. അങ്ങനെ ഈ രസകരമായിട്ടുള്ള മൂവി കണ്ടിട്ടുള്ള എല്ലാവർക്കും ഊട്ടി എന്ന് പറയുമ്പോൾ ഈ സിനിമ തന്നെയല്ലേ ഓർമ്മ വരിക. എത്ര കണ്ടാലും ബോറടിക്കാത്ത സിനിമയല്ലേ കിലുക്കം. അതിൽ ഓരോ സീൻ, രേവതി മോഹൻലാലും ജഗതിയും കാണാതെ പൊറോട്ടയും ചിക്കൻ കഴിക്കുന്നതും, പിന്നെ രേവതീനെ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ട് കളയാൻ വേണ്ടി ഏതോ കുന്നിൻ്റെ മേലെ കൊണ്ടാക്കുന്നില്ലേ, ജ്യോതി വരും തീ വരും എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ രേവതീനെ കാള കുത്തുന്നതും, പിന്നെ നമ്മൾ കിട്ടുണ്ണേട്ടന് ലോട്ടറി അടിക്കുന്നതും, ഇതൊക്കെ ആലോചിച്ച് നമ്മൾ എത്ര ചിരിച്ചിട്ടുണ്ട്. എന്ത് അടിപൊളി പടമല്ലേ കിലുക്കം. ഇത് ആലോചിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത്. എന്തായാലും കുറേ വർഷങ്ങൾക്ക് മുന്നേ ഈ റെയിൽവേ സ്റ്റേഷനിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കിലുക്കം സിനിമ ഷൂട്ട് ചെയ്തു എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ദേ ഒരു കുഞ്ഞു പക്ഷി ഇതാ തുള്ളിച്ചാടി പറന്ന് നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ട്രെയിൻ വരാറായിട്ടോ. ദേ നമ്മുടെ ട്രെയിൻ പതുക്കെ സ്റ്റേഷനിലോട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോയത് ഊട്ടിയിലെ ഫേമസ് റോസ് ഗാർഡനിലാണ്. ദേ നോക്ക്, കോണിഫറസ് ട്രീസ്,
ഫ്ലവേഴ്സ് കാണുമ്പോൾ ഞാൻ ആ ട്രീസിലോട്ടാണ് നോക്കി നിൽക്കുന്നത്. എന്ത് രസമാണ് ദൂരെന്ന് കാണാൻ. ദേ ഒരു ഓറഞ്ചാണോ പീച്ചാണോ, പീച്ച് കളർ എന്ന് പറയാമല്ലേ. എന്തായാലും വളരെ സുന്ദരിയായൊരു റോസാ ചെടി. ഈ റോസ് ഗാർഡനിൽ എന്തൊരു രസമാണ്, എന്തൊരു വെറൈറ്റിയാണ്. എല്ലാവരും ഇഷ്ടം പോലെ ഫോട്ടോസ് എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു. ഇനി ഞാൻ കൂടുതൽ പറയണ്ടല്ലോ, എല്ലാവരും ഒന്ന് റോസ് ഗാർഡൻ ചുറ്റി നടന്ന് കണ്ടിട്ട് വാ. सलोनी तेरी झील सी आँखें, इनमें न जाने कहाँ खो गया है मेरा दिल। ओ सांवली सलोनी तेरी झील सी आँखें, इनमें न जाने कहाँ खो गया है मेरा दिल। तेरा नाम लिखा है हो, मैंने तेरे नाम ये अपने सुबह शाम लिखा है। रूप है तेरा मेरी आँखों में, रूप है तेरा मेरी आँखों में, खुशबू है तेरी मेरी सांसों में, चेहरे को ऐसे चूमे जुल्फे तुम्हारी, से मिल जाए कोई साहिल। सांवली सलोनी तेरी झील सी आँखें, इनमें न जाने कहाँ खो गया है मेरा दिल। சின்ன சின்ன ஆசை, சிறகடிக்கும் ஆசை, முத்து முத்து ஆசை, முடிந்து வைத்த ஆசை, வெண்ணிலவு தொட்டு முத்தமிட ஆசை, என்னை இந்த பூமி சுற்றி வர ஆசை. சின்ன சின்ன ஆசை, சிறகடிக்கும் ஆசை, முத்து முத்து ஆசை, முடிந்து வைத்த ஆசை, வெண்ணிலவு தொட்டு முத்தமிட ஆசை, என்னை இந்த பூமி சுற்றி வர ஆசை. சின்ன சின்ன ஆசை, சிறகடிக்கும் ஆசை.
चांचा चिंग चकिड़ी चिक्का चांचा போட்டி கட்டணம் சொன்ன வாடா எங்க கட்டட சிங்க கட்டட சும்மா இருடா ரேசில் நம்ம ராசா எந்த குதிரைக்கு எதிரி லக்கி ப்ளூ பிளாக்கி அவன் அடிச்சிடும் பரிசு நிறைய லாக்லா பெரும் ஜாப்பா பிறகு இந்த பட்டணம் சொந்தமாக்கி போட்டி கட்டு கொண்டாடா உட்டி பட்டணம் போட்டி கட்டணம் சொன்ன வாடா எங்க கட்டட சிங்க கட்டட சும்மா இருடா இருடா சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வைத்த ஆசை வெண்ணிலவு தொட்டு முத்தமிட ஆசை என்னை இந்த பூமி சுற்றி வர ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வைத்த ஆசை வெண்ணிலவு தொட்டு